നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സൗത്ത് തൃത്താല ആടുവളപ്പ് സ്റ്റോപ്പിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വാവന്നൂർ സ്വദേശി 28 വയസ്സുള്ള കുന്നുംപാറ വളപ്പിൽ സിറാജുദ്ദീനാണ് മരിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB. മഴ പെയ്ത് ചൂട് കുറഞ്ഞത് ആശ്വാസമായി. മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുന്നംകുളം നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി സ്വയം പര്യാപ്തരാകുന്നു. തൃശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രാവിഷ്കൃത ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപ ചെലവിൽ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാങ്ങി. വാർത്തകൾ വിശദമായി. സൗത്ത് തൃത്താല ആടുവളപ്പ് സ്റ്റോപ്പിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വാവന്നൂർ സ്വദേശി 28 വയസ്സുള്ള കുന്നുംപാറ വളപ്പിൽ സിറാജുദ്ദീനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തൃത്താല കൂറ്റനാട് റോഡിൽ ആടുവളവ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. തൃത്താല ഭാഗത്ത് നിന്ന് കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും എതിരെ വരികയായിരുന്ന കാറും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ സിറാജുദ്ദീനെ ആദ്യം പട്ടാമ്പിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം വിദഗ്ധ പരിശോധനയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനിടെ ആന്തരിക രക്തസ്രാവം മൂലം അതീവ ഗുരുതരാവസ്ഥയിലാവുകയും പിന്നീട് മരണപ്പെടുകയുമായിരുന്നു. മൃതദേഹം കൂറ്റനാട് കേന്ദ്ര മഹല്ല ഖബർസ്ഥാനിൽ ഖബറടക്കി. ചാലിശ്ശേരി കൂറ്റനാട് റോഡിലെ കലുങ്ക് നിർമ്മാണത്തിന് എടുത്ത കുഴിയിൽ വീണ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പട്ടാമ്പി സ്വദേശി കുറിഞ്ചാമായിൽ വീട്ടിൽ 39 വയസ്സുള്ള നൌഫലിനാണ് പരിക്കേറ്റത്. ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിൽ ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം. പരിക്കേറ്റ യുവാവിന് പ്രദേശവാസികളും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും ചേർന്ന് കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് KPSTA ചാലിശ്ശേരി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങളോളമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരികയാണെന്നും രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് അപകട സൂചന നൽകുവാൻ ആവശ്യമായ ഒരു തരത്തിലുള്ള സൂചനാ ബോർഡുകൾ ഇല്ലെന്നും പ്രദേശവാസികളും യാത്രക്കാരും പറഞ്ഞു. റോഡ് നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് പരിക്കേറ്റ യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുന്നംകുളം നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി സ്വയം പര്യാപ്തരാകുന്നു. തൃശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രാവിഷ്കൃത ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപ ചെലവിൽ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാങ്ങി. കോർപ്പറേഷനും സമീപത്തുള്ള നഗരസഭ പഞ്ചായത്ത് തലങ്ങളിലെ മാലിന്യ സംസ്കരണം നടപ്പാക്കുന്നതിനാണ് ഫണ്ട് ഉപയോഗിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ചാണ് കുന്നംകുളം നഗരസഭ ഒരു JCB, 2 ടിപ്പർ ലോറികൾ, 2 ഡീസൽ ഓട്ടോറിക്ഷകൾ, 1 ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉൾപ്പെടെ 6 വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. JCBയും ലോറികളും വാടകയ്ക്കെടുത്താണ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്വന്തമായി വാഹനങ്ങൾ ലഭിച്ചതോടെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ കഴിയുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. JCBയും ടിപ്പർ ലോറികളും ഭാവിയിൽ കൌൺസിലർമാരുടെ ഉത്തരവാദിത്വത്തിൽ വാടകയ്ക്ക് നൽകുന്നതിനും അതുവഴി നഗരസഭയ്ക്ക് ഫണ്ട് കണ്ടെത്താനും കഴിയുന്ന വിധത്തിൽ ബൈലോ തയ്യാറാക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. അതേസമയം വാഹനങ്ങളുടെ മെയിന്റനൻസ് നഗരസഭയ്ക്ക് ഒരു ബാധ്യതയാകുമെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഡ്രൈവറുടെ ശമ്പളം അടക്കമുള്ള ഉത്തരവാദിത്തം നഗരസഭയ്ക്ക് ഉണ്ടാകുന്നത് സാമ്പത്തിക ബാധ്യതയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രധാന വിമർശനം. എന്നാൽ വാഹനം വാടകയ്ക്കെടുക്കാൻ നഗരസഭ ഫണ്ട് ചെലവാക്കുന്നതിനു പകരം സ്വന്തം വാഹനമുള്ളപ്പോൾ നഗരസഭയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. പന്നിശ്ശേരി ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു. രാവിലെ നടതുറക്കലിന് ശേഷം ക്ഷേത്രത്തിൽ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു. നരസിംഹ ജയന്തി ആഘോഷത്തിന്റെ പ്രധാന വഴിപാടായ തൂൺ സമർപ്പണം രാവിലെ 7 മണി മുതൽ ആരംഭിച്ചു. ഗുരുവായൂർ രാധാ മാധവ് സങ്കീർത്തന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിനാമ കീർത്തനാലാപനവും ഉണ്ടായി. ഉച്ചയ്ക്ക് ക്ഷേത്രം മൂട്ടുപുരയിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ട് ഒരുക്കിയിരുന്നു. വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നിരവധി ഭക്തജനങ്ങൾ നരസിംഹ ജയന്തി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് VR ബാലകൃഷ്ണൻ, സെക്രട്ടറി MP സഞ്ജീവ്, ട്രഷറർ PK പുഷ്പാകരൻ തുടങ്ങിയവർ നരസിംഹ ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. Hare Rama
തൃശൂരിൽ നിന്ന് അവസാന ട്രിപ്പ് കഴിഞ്ഞ് മുല്ലശ്ശേരി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്യുന്നതിനിടയിൽ ബസിന്റെ സെൽഫ് മോട്ടോർ തകരാറിലായതോടെ വൻ ഗതാഗതക്കുരുക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. റോഡിന് കുറുകെ കിടന്ന ബസ് മാറ്റാതെ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത സ്ഥിതിയായിരുന്നു. ഇതോടെ ഗുരുവായൂർ കാഞ്ഞാണി റോഡിൽ ഏകദേശം 1 മണിക്കൂറോളം കുരുക്കുണ്ടായി. ഇതിനിടയിൽ പെട്രോൾ പമ്പിലേക്ക് എത്തിയ മഹേന്ദ്ര താർ ജീപ്പിന്റെ സഹായത്താൽ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ ബസ് മാറ്റിയതോടുകൂടിയാണ് വാഹനക്കുരുക്കഴിഞ്ഞ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനായത്. കടകമ്പാൽ പഞ്ചായത്തിൽ തുടർച്ചയായി 25 വർഷം ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയും 39 വർഷം കടകമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് ചിറക്കൽ ബ്രാഞ്ചിൽ സേവനമനുഷ്ഠിച്ച് സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്ത MS മണികണ്ഠന് കടകമ്പാൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണവും രജത ജൂബിലി ആഘോഷവും യാത്രയപ്പും നടന്നു. ബുധനാഴ്ച വൈകിട്ട് പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന രജത ജൂബിലി ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മണികണ്ഠൻ നാടിന് മാതൃകയാണെന്നും നാടിന്റെ പൈതൃകവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കുകയും രാഷ്ട്രീയം സംവാദാത്മകമായി തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേതെന്നും MLA അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുപോലെ കാണാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കോലാഹലങ്ങൾ കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ തനിക്ക് തെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമായ സ്ഥാനം ഒരു രാഷ്ട്രീയ പരിഗണനയും കൂടാതെ ജനങ്ങളോടൊപ്പം നിന്ന് ആ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ, അതൊക്കെയാണ് 25 വർഷക്കാലത്ത് നീണ്ട ഈ അനുഭവ ചരിത്രത്തിന്റെ പുറകിലുള്ളത് എന്നാണ് എൻ്റെ തോന്നൽ. പൊതുപ്രവർത്തനവും ഔദ്യോഗിക ജീവിതവും പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് ദുഷ്കരമായ പ്രവൃത്തിയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി PT അജയ്മോഹൻ പറഞ്ഞു. 25 വർഷം ജനങ്ങളെ സേവിച്ച ഒരു വ്യക്തി 39 വർഷം ബാങ്കിൽ പ്രവർത്തിക്കും. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം. സഹകരണ മേഖലയിൽ ചീത്തപ്പേരുകൾ, ആരെന്ത് ചെയ്താലും ചീത്തപ്പേരുകളുള്ള ഒരു കാലഘട്ടം. എങ്ങനെ പോയാലും ആ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ശ്രീ മണികണ്ഠൻ ഈ കാട്ടാമ്പൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ഈ ബാങ്ക് നഷ്ടത്തിൽ പോയിരുന്ന ബാങ്ക് ഇത്തവണത്തെ ഓഡിറ്റ് കഴിയുമ്പോൾ ഇവിടുത്തെ ലാഭകരമായി പോകുന്ന ഒരു ബാങ്ക്. ഇത് മണികണ്ഠനെ പോലുള്ള അപൂർവം വ്യക്തികൾക്കേ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാട്ടുകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, കൊച്ചിൻ ഗ്രാമീണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MN സത്യൻ, TC ചെറിയാൻ, KT ഷാജൻ, MM അലി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം പൗരാവലിയുടെയും 2000 മുതലുള്ള പഞ്ചായത്ത് ഭരണസമിതികളുടെയും വിവിധ സംഘടനകളും വ്യക്തികളും മണികണ്ഠന് ഉപഹാരങ്ങൾ നൽകി. സ്വീകരണത്തിന് മണികണ്ഠൻ നന്ദി പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. കാണിപ്പയൂർ തോന്നിയങ്കാവ് ഭദ്രകാളി ക്ഷേത്ര പൂരമഹോത്സവത്തിന്റെ ഭാഗമായി രാമദയം കാണിപ്പയൂർ ദേശം പുരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയാദരവും പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ഇൻസ്റ്റാഗ്രാം റീൽസ് മത്സരത്തിലെ വിജയികൾക്കും വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ ദേശത്തെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ നൽകിയത് KR ഗ്രൂപ്പാണ്. KR ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് മാനേജിംഗ് ഡയറക്ടറും BDJS തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും കുന്നംകുളം നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായിരുന്ന KR റജിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തകരായ ചുള്ളിയിൽ വിശ്വനാഥൻ, സത്യഭാമ വിശ്വനാഥൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികൾക്കുള്ള നമ്മുടെ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വിജയികൾക്കുള്ള പൂരാഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് രാമദയം പൂരാഘോഷ കമ്മിറ്റിയാണ് അത് സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചിട്ട് അവർക്ക് ട്രോഫിയും അതുപോലെ ഉന്നത വിജയം പഠിച്ച കുട്ടികൾക്ക്, നേഴ്സിംഗ് ആണെങ്കിലും ഡോക്ടറേറ്റ് എടുത്ത കുട്ടികൾക്ക് ക്യാഷ് പ്രൈസായിട്ട് അവരിവിടെ കൊടുത്തു. ഒരു നല്ല ഒരു കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ച് അവർക്ക് അത് നടത്താൻ പറ്റി. ഓൾ കേരള ലൈസൻസ് വയർമെൻ അസോസിയേഷൻ പുന്നൂർക്കുളം യൂണിറ്റ് സമ്മേളനം നടന്നു. AO പരിസരത്തുള്ള യൂണിറ്റ് ഓഫീസിൽ നടത്തിയ സമ്മേളനം
AKLWA തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് OC ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോസ് മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ VK അബ്ദുൽ ഗഫൂർ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് മെമ്പർഷിപ്പ് വിതരണവും ഉണ്ടായി. യൂണിറ്റ് സെക്രട്ടറി ശ്യാം പ്രസാദ് സ്വാഗതവും ട്രഷറർ TK നൌഷാദ് നന്ദിയും പറഞ്ഞു. ചാവക്കാട് മണത്തല ബേബി റോഡ് പ്രസക്തി ഗ്രാമീണ വായനശാലയിൽ മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന ലക്ഷ്യത്തോടെ വായനാ കളരി സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. അധ്യാപിക മീര ക്ലാസ് നയിച്ചു. വാർഡ് കൗൺസിലർ സന്തോഷ് കരിമ്പൻ, അധ്യാപിക സിമി എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KP അനിത സ്വാഗതവും ലൈബ്രറിയൻ സോന സുനിൽ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. പള്ളിയുണർത്തൽ, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം ആറാട്ട് ബലി, കിഴക്കേ നടക്കൽ, എഴുന്നള്ളിപ്പ്, വെക്കൽ എന്നിവയ്ക്ക് ശേഷം കോട്ടപ്പടി സന്തോഷ് മാരാരുടെ വാദ്യ അകമ്പടിയിൽ ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ അക്ഷയ് കൃഷ്ണൻ ഭഗവാന്റെ തിടമ്പേറ്റി. താലപ്പൊലിയോടെ ഗ്രാമപ്രദക്ഷിണത്തിനായി പുറത്തേക്ക് എഴുന്നള്ളി വഴിനീറെ നിറപറകളും ദ്രവ്യങ്ങളും ഒരുക്കി ഭക്തർ പ്രദക്ഷിണത്തെ വരവേറ്റു. മഞ്ജുള വലം വെച്ച ഗുരുവായൂരപ്പനെ വണങ്ങി മേൽപ്പാലം വഴി തിരിച്ച് ക്ഷേത്രത്തിലെത്തി. വീണ്ടും മേള എഴുന്നള്ളിപ്പോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അനുബന്ധ പൂജാ ചടങ്ങുകൾക്ക് ശേഷം തീർത്ഥക്കുളത്തിൽ ഭഗവാൻ ആറാട്ട് നടത്തി. തുടർന്ന് ഓട്ടപ്രദക്ഷിണവും കഴിഞ്ഞ് ഗോവിന്ദാന മുഖരതയോടെ കൊടിയിറക്കി. തന്ത്രിമാരായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സമിതി ഭാരവാഹികളായ ചന്ദ്രൻ ചങ്കത്ത്, ബാലൻ വാർനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, രാജു കലാനിലയം, സേതു തിരുവെങ്കിടം, ശശി വാർനാട്ട്, ഹരി കൂടത്തിങ്കൽ, രാജു പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുവാനും അവധിക്കാലം സൃഷ്ടിപരമായി വിനിയോഗിക്കാനും വേണ്ടി ചെറുമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മൊബൈൽ ലൈബ്രറി പദ്ധതി ആരംഭിച്ചു. എൻറിച്ച് ദി ഹോളിഡേയ്സ് വിത്ത് ബുക്സ് എന്ന സന്ദേശവുമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ച് വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. മുൻവർഷം നടത്തിയ വലിയ വിജയത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തവണയും പദ്ധതി വിപുലമായി നടപ്പാക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിന്റെ മുഖ്യ രക്ഷാധികാരി അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷനായി. ചെയർമാൻ പെൻകോ ബക്കർ, ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, മാനേജർ RM ബഷീർ, പ്രിൻസിപ്പൽ സുബൈദ BV, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഗഫൂർ കടങ്ങോട്, അക്കാദമിക് ഡയറക്ടർ സയ്യിദ് ഹാരിസ്, വൈസ് പ്രിൻസിപ്പൽ രാജി പ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ കരീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. SSF വടക്കേക്കാട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിദ്യാർത്ഥികൾ ആസ്വദിച്ച വെളിച്ചം എന്ന ശീർഷകത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. നാലാങ്കല്ല് MNT ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സോൺ പ്രസിഡന്റ് അബ്ദുറസാഖ് അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ സക്കാഫി അണ്ടത്തോട് അധ്യക്ഷനായി. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ജാഫർ ഇർഫാനി ക്ലാസിന് നേതൃത്വം നൽകി. കേരള മുസ്ലിം ജമാഅത്ത് വടക്കേക്കാട് സോണിലെ 44 യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 300 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സമ്മേളന ശേഷം വടക്കേക്കാട് സെന്ററിലേക്ക് പ്രചരണ വിളംബര ജാഥയും ഉണ്ടായി. 2027 ജനുവരി 28, 29, 30, 31 തീയതികളിൽ മലപ്പുറത്ത് വെച്ചാണ് സമസ്ത 100ാം വാർഷിക സമ്മേളനം നടത്തുക. ഇതിന്റെ പ്രചരണാർത്ഥം വടക്കേക്കാട് നടന്ന ഗ്രാറ്റിറ്റ്യൂഡ് പ്രോഗ്രാമിന് വടക്കേക്കാട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി സെബിൽ അടക്കര, വാഫി സെക്രട്ടറി ഹാഷിം സാദി, ക്യാമ്പ് സെക്രട്ടറി മുഹമ്മദ് ഇസാൻ കല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,940 രൂപ, സ്വർണം പവന് 1,11,520. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചർമ്മം പുന്നൂർക്കുളം ആൽത്തറ വിശ്വഭാരതി ഗോവിന്ദപുരത്ത് വീട്ടിൽ കൊച്ചുകുട്ടൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. RSS ഗണ്ട് കാര്യവാഹ്, ബാലഗോകുലം താലൂക്ക് രക്ഷാധികാരി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ആറ്റുപുറം നിദ്രാലയത്തിൽ നടക്കും. സാവിത്രിയാണ് ഭാര്യ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സൗത്ത് തൃത്താല ആടുവളപ്പ് സ്റ്റോപ്പിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വാവന്നൂർ സ്വദേശി 28 വയസ്സുള്ള
കുന്നുംപാറ വളപ്പിൽ സിറാജുദ്ദീനാണ് മരിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB അധികൃതർ. മഴ പെയ്ത് ചൂട് കുറഞ്ഞത് പലയിടത്തും ആശ്വാസമായി. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുന്നംകുളം നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി സ്വയം പര്യാപ്തരാകുന്നു. തൃശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് മാലിന്യ സംസ്കരണത്തിനായി കേന്ദ്രാവിഷ്കൃത ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപ ചെലവിൽ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.